താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ വിപിൻ മോഹനാണ് ഇന്ന് നമ്മളോടൊപ്പം. വിപിൻ ചേട്ടാ നമസ്കാരം. എന്നാണ് നിക്കാഹ് റിലീസ്? ഉടനെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതെ, നിക്കാഹ് അർത്ഥം അറിയില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതെ അതെ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി. നിക്കാഹ് എന്നുള്ള സിനിമ, അതായത് നിക്കാഹ് എന്നുള്ള സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടറിയോ? എൻ്റെ 101ാമത്തെ സിനിമയാണ്. എവിടെയായിരുന്നു ലൊക്കേഷൻ? എടപ്പാളായിരുന്നു. എടപ്പാൾ. നിക്കാഹിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഒരൊറ്റ ലൊക്കേഷനേ ഉള്ളൂ, സിംഗിൾ ലൊക്കേഷൻ, ഒരു വലിയ വീടാണ്. നിക്കാഹ് ഒരു കഥ അവിടെ വിട്ട് പോണില്ല. ഇല്ല, കഥ അവിടെ വിട്ട് പോയില്ല. കാരണം ഒരു കല്യാണത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. അതിനകത്ത് പ്രേമമുണ്ട്. അത് അവിടെ എന്തും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. കാരണം ഈ പെണ്ണിന് ഇഷ്ടമല്ല ആ കല്യാണം. ഈ പെണ്ണ് അവളുടെ കാമുവിനെ വെയിറ്റ് ചെയ്ത്, ഞാൻ കഥ പറയുന്നില്ല. അങ്ങനെയുള്ളൊരു കഥയിൽ വേറൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ പടം ഷൂട്ട് ചെയ്തത് വെറും 14 ദിവസം കൊണ്ടാണ്. 15 ദിവസം ശരിക്കും പെട്ടെന്ന് പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് 15 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുമ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണോ? അല്ല, ഇങ്ങനെയുള്ള സിനിമയ്ക്ക് ബഡ്ജറ്റേ ഇല്ലല്ലോ. ലോ ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബഡ്ജറ്റേ ഇല്ല, ചാപ്പാട് കിട്ടും. കാരണം വെച്ചാൽ ഞാൻ ആ പടം ഏറ്റെടുക്കാൻ കാരണം അതുതന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഒരു ചാലഞ്ച്, ഒരുപാട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട്. കാരണം പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞത് പൈസ വളരെ ടൈറ്റാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കണം പടം. അതേ സമയത്ത് ക്വാളിറ്റിയും വേണം. എല്ലാം കൂടെ യു കനോട്ട് ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞ മാതിരിയാണ്. പക്ഷേ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ നമ്പർ ഓഫ് ലൈറ്റ്സ് കൂടുതൽ പോയി. ഇപ്പോൾ ഈ 25 ദിവസം കൊണ്ട് ഷൂട്ടിങ് 15 ദിവസം കൊണ്ട് തീർക്കുമ്പോൾ അത്രയും ദിവസത്തെ ലൈറ്റ്സിൻ്റെ കാര്യം ഒക്കെ ഉണ്ടല്ലോ. അവർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഏരിയ ലൈറ്റപ്പ് ചെയ്തു, ആ വീട് മുഴുവൻ ലൈറ്റപ്പ് ചെയ്തു. നമുക്ക് എവിടെയാണ് ഷൂട്ടിങ്ങിൻ്റെ അവിടുത്തെ ഭാഗത്തെ ലൈറ്റ്സ് മാത്രം, പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം, അങ്ങനെയാണ് ചെയ്തത് പടം. പിന്നെ അതിനകത്തൊരു 4-5 പാട്ടുണ്ട്, എല്ലാം മനോഹരമാണ്. ഗോപിസുന്ദറാണ് അതിൻ്റെ മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. മാപ്പിളപ്പാട്ടിൻ്റെ ആൾക്കാരൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു പാട്ടുണ്ടല്ലോ, ഭയങ്കര ഹിറ്റ് പാട്ടാണ്. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അതിനകത്ത് കേൾക്കാൻ പറ്റും. ശേഖർ മേനോൻ ആണ് ഒരു മെയിൻ ആള്, പിന്നെ ഭാസിയുണ്ട്, സംസ്കൃതി ഷന, പിന്നെ എല്ലാം കുറേ പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷൻ കണ്ട് ആ വീട് ഇഷ്ടപ്പെട്ടു. ഭാഗ്യം കൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ വീടിൻ്റെ ഓണർ വേറെ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു. ഒറീസ എന്നുള്ള പടത്തിൻ്റെ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ആ വീട് വിട്ടുകിട്ടത്. വലിയൊരു തറവാട് മാതിരിയുള്ള വീടാണ്. അതിനകത്ത് തന്നെയായിരുന്നു ഫുൾ ഷൂട്ടിങ്. വീട് ഏതാണ്ട് കുളമാക്കി കൊടുത്തു എന്നുള്ളത് സത്യം. കാരണം കല്യാണം വലിയ സെറ്റ് ഇട്ടിരിക്കുക ഫ്രണ്ടിൽ. ആ കല്യാണം എന്ന് വെച്ചാൽ അവിടെ കടകളൊക്കെ ഉണ്ട്, ആ ചായക്കട, മുട്ടായിക്കട, എല്ലാം അവിടെ തന്നെ. അങ്ങനത്തെ അത്ര കല്യാണം ഞാൻ ആദ്യമായിട്ട്, മലബാറിൽ കല്യാണം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ആൾക്കാർ വരിക, പോവുകയൊക്കെ ഉണ്ടാവും. കംപ്ലീറ്റ് ബഹളമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അല്ല, അതിൻ്റെതായ നാച്ചുറൽ വേലെടുത്തോണ്ടാണ് ഈ മാപ്പിളപ്പാട്ടും തട്ടുകടയും ചായയും ട്രൂ ആയിട്ടുള്ള ആൾക്കാരും നല്ല ആർട്ടിസ്റ്റ്. പിന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാം എന്തും നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ അറിയാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മലയാള സിനിമയുടെ അടുത്ത കാലഘട്ടത്തിലേക്കുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മൾ കാണുന്നത്. അത് പലരും അവരൊക്കെ എത്രത്തോളം വളർന്ന് വലുതാവുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമാണ്. പടം പക്ഷേ അനാവശ്യമായിട്ട് പടം അത് ബ്രേക്കായിപ്പോയി. അതങ്ങനെ അവിടെ കിടന്നു. ഇപ്പോൾ പടം റിലീസ് ചെയ്യാണ്. അതന്നെ വലിയ സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിലായിരിക്കും ആ പടത്തിനോട് കൂടുതൽ. കാരണം ഈ ഏരിയയിൽ അങ്ങനത്തെ ഒരു കഥ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ കണ്ടിട്ടില്ല ആൾക്കാർ. ഈ ട്രാവൻകൂറോ സെൻട്രൽ കേരള അങ്ങോട്ട്. പക്ഷേ മലബാർ സൈഡിലേക്ക് ഇങ്ങനെ കല്യാണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. 15 ദിവസം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തൊക്കെ ഈ മയിൽപ്പീൽക്കാവും പണ്ട് സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്ന ആ ഒരു കാലത്ത് എത്ര ഡേയ്സ് എടുക്കും ശരിക്കും? അല്ല, ഡേയ്സ് അല്ല പ്രധാനം. പക്ഷേ ഇത്രയും ദിവസങ്ങളൊന്നും എടുക്കാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. സാധാരണ ഇപ്പോൾ പേടിത്തൊണ്ടൻ എന്നുള്ള സിനിമ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. 22 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പണ്ട് സന്മനസ്സുള്ള ഒരു സമാധാനം 18 ദിവസം കൊണ്ടാണൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നു സിനിമകൾ. ആവശ്യമുള്ളതല്ലേ. ഇപ്പം അങ്ങനെയല്ല, ആൾക്കാർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണോ എന്നോ എനിക്ക് അറിഞ്ഞൂടാ. അത്
ഇപ്പോൾ ഞാൻ തന്നെ പല പടങ്ങളും ഒരുപാട് ദിവസങ്ങൾ നീണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. ചേട്ടൻ പണ്ട് ആദ്യം നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അത് ആൾക്കാർ റെഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച സിനിമ നീലക്കുയിൽ. അതെനിക്കറിയാം. അത് ഒരു ഭയങ്കര ഹിറ്റ് പടമാണ്. മലയാള സിനിമയുടെ ഒരു ചരിത്രം ആണ് നീലക്കുയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ സ്റ്റാറായി. അന്ന് തൃശ്ശൂരാണ് ഞാൻ ജനിച്ചത്, വളർന്ന തൃശ്ശൂർ. അന്ന് അവിടെ നിന്ന് എൻ്റെ അമ്മ കേരള പിറവി ദിവസമാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. 1956 നവംബർ 1 മരിക്കുന്നത്. കേരളം പിറന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ പറയാൻ വേണമെങ്കിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒറിജിനൽ നാട് എന്ന് പറയുന്നത് ചിറ്റൂരാണ്, പാലക്കാട്. അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയ ഒരു കളിക്കൂട്ടുകാരനാണ് മധു അമ്പാട്ട്. മധു അമ്പാട്ടല്ല, അന്ന് മധുവിൻ്റെ പേര് മധുസൂദൻ എന്നായിരുന്നു. അമ്പാട്ട് എന്നൊരു വലിയ ഫാമിലി ഉണ്ട്. ഒരു ഫുൾ ജന്മിമാരാണ് അവിടെ മുഴുവൻ. അവിടുത്തെ അമ്പാട്ട് ഫാമിലിയിലെ ഒരു തായ്വഴിയിലെ ഒരു കുട്ടിയാണത്. അപ്പോൾ അവിടെ അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മഹിളാ സമാജമൊക്കെ വളരെ റെയറാണ്. അവിടെ ഒരു മഹിളാ സമാജത്തിൽ അവരുടെ ഒരു നാടകം അരങ്ങേറുമ്പോൾ അതിലൊരു കുട്ടിയുടെ റോള് വേണം. മധുസറിന്റെ അമ്മയാണ് മധുവിൻ്റെ അമ്മയാണ് അതിൽ എൻ്റെ അമ്മയായിട്ട്. അന്ന് മുതൽ ഞാൻ അവരുടെ മോനായി മാറി. ഞങ്ങളപ്പോൾ എപ്പോഴും സുലോചന എന്നാണ് പേര്. ഇൻസിഡൻ്റലി എൻ്റെ ചേച്ചിയുടെ പേരും സുലോചന എന്നായിരുന്നു. ഞങ്ങൾ സുലോചന ചേച്ചി എന്നാണ് വിളിക്കുന്നത്. സുലോചന ചേച്ചി എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മോനാണ് ഇവൻ, പക്ഷേ ഇവൻ മുടിയനായ പുത്രനാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എപ്പോഴും. അതുകൊണ്ട് പക്ഷെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ചേട്ടൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്. പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുകയാണെങ്കിലും മഞ്ജു പറയും അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ആണോ? പെട്ടെന്നൊരു ജമ്പ്. അല്ല, സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് മക്കളുടെ അടുത്താണല്ലോ. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് ഒരു പക്ഷേ സ്ട്രിക്റ്റ് ആയിരിക്കും. എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മ ശിക്ഷിക്കും അല്ല കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോയി ചൂരിലെടുത്തുകൊണ്ട് വരാൻ പറയും, നമ്മളെടുത്തുകൊണ്ട് വരണം, കൈ നീട്ടണം, അടിക്കും, മിണ്ടിപ്പോരുതെന്ന് പറയും. എന്നിട്ട് ഈ അടി എത്രയും കൊണ്ട് കരയാതെ ചൂരിൽ തിരിച്ചു കൊണ്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കരയണം. അമ്മ ഒരു പ്രത്യേക ലേഡിയായിരുന്നു. ഭയങ്കര കലയോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ അങ്ങനെയാണ് ഒരു അവസരം വന്നത്. അച്ഛനും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി നന്നായി പാടുമായിരുന്നു, ചേട്ടൻ പാടുമായിരുന്നു. നീലക്കുയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിക്കാൻ പിന്നീടും അതിന് ശ്രമിച്ചില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. റിഗ്രറ്റ് അല്ല, നമുക്ക് ഓരോന്നും വിധിച്ചിട്ടില്ലേ ദൈവം. ഇത് ഇങ്ങനെ തോന്നിയത് ഇപ്പോൾ ജയന്തി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറാമാൻ ആയ ശേഷം, ഞാൻ ക്യാമറാമാൻ ആയത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഞാൻ ക്യാമറാമാൻ ആവണം. അപ്പോൾ ക്യാമറാമാൻ ആയ ശേഷം നമ്മൾ ക്യാമറയിൽ കൂടെ പലരും അഭിനയിക്കുക കാണുമ്പോൾ തോന്നും ഈ കഴുതകൾ എന്താ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റിലേക്ക് അഭിനയിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്കറിഞ്ഞൂടെ. ഇപ്പോഴും എനിക്ക് അഭിനയം. ചേട്ടനാണെങ്കിൽ എനിക്കറിയാം, വളരെ വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം ചേട്ടൻ വളരെ ഓപ്പണപ്പാണ്, മനസ്സിലൊന്നും വെക്കില്ല. അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്, എന്നെ പുറത്തും ഒക്കെ ചുറ്റും വേണമെങ്കിൽ ആൾ ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഈ ശരിക്കും അഭിനയിക്കില്ല എന്ന് മനസ്സിൽ തോന്നുമ്പോൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ ഡയറക്ടർ അടുത്ത് പറയും കുറച്ച് ഒന്നുകൂടെ എടുക്കാമെന്നൊക്കെ പറയും. പിന്നെ എന്നെ തലണ്ണമ്മ ഞാൻ നന്നാവില്ല എന്ന് അവരതന്നെ ചെയ്യുമെന്ന്, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരു കാര്യമുണ്ടേ, എൻ്റെ എക്സ്പെക്റ്റേഷനാണ് അത്. അവർ നീ കുറച്ചുകൂടെ നന്നായി ചെയ്യും. പക്ഷേ ഒരു ഡയറക്ടറാണ് എൻ്റെ ഫ്രണ്ടിലുള്ളത്, അയാൾക്ക് അങ്ങോട്ട് ഓക്കെയാണ്, അല്ലെങ്കിൽ മറ്റേ അഭിനയിക്കുന്ന ആൾക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നില്ലെന്നും ഒരു അർത്ഥമില്ല. ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് പറയുകയാണെങ്കിൽ വിപിൻ ചേട്ടൻ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ ഒരു എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സംവിധായകനും ക്യാമറാമാനും ഇരുമെയ്യാണെങ്കിലും ഒരേ മനസ്സോടു കൂടിയാണ്. എനിക്ക് ഒരുപാട് അടുത്തടുത്ത ആൾക്കാരുണ്ട്. ബാലചന്ദ്ര മേനോൻ, സത്യൻ അന്തിക്കാട്, ലാൽ ജോസ്, ഇങ്ങനെ കമൽ സാർ, ഇങ്ങനെ പേര് പറയാറുണ്ട്. അതുകൊണ്ട് അല്ല, അപ്പം ഇന്ന് ആ ബന്ധമുണ്ടോ ആ ആൾക്കാരുമായിട്ടല്ല? ഇന്ന് സംവിധായകൻ ഒരു പക്ഷേ അവർക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് വയസ്സായി. അത് വെറുതെയാണ്, വയസ്സായിട്ടില്ല. ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് ചേട്ടനത് തോന്നിയിട്ടില്ലല്ലോ? എനിക്ക് ഒരിക്കലും തോന്നില്ല. ഞാൻ മരിക്കുന്നവരെ എനിക്ക് വയസ്സാവില്ല. കാരണം എൻ്റെ മനസ്സാണ് വയസ്സാവാത്തത്. എൻ്റെ ശരീരത്തിനോ എൻ്റെ രൂപത്തിനോ ഒക്കെ വന്നിരിക്കും. അപ്പോൾ എനിക്ക് പറ്റൂല എന്നൊക്കെ അവർ ഒന്നാമത് പിന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമല്ലോ.
കുറച്ചുകൂടെ ഒരു ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അത്. പക്ഷേ അവരോടുള്ള സ്നേഹമൊക്കെ ഇപ്പോഴും ഉണ്ട്. അല്ല, ഞാൻ അവരുടെ പേഴ്സണൽ ലൈനേക്കാൾ ഇന്നത്തെ സിനിമയിൽ അത്തരം ബന്ധങ്ങൾ കുറവാണ്, വളരെ കുറവാണ്. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ ഒറ്റ ചെറിയ ഉദാഹരണം പറയാം. പണ്ട് ഇപ്പം എല്ലാം മോണിറ്ററുണ്ട്. സിനിമ എന്താണ് ക്യാമറാമാൻ എടുക്കണേ എന്നുള്ളത് കാണാൻ പറ്റും. മോണിറ്ററിൽ ക്യാമറാമാൻ ഒരിക്കലും ചതിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ട് ചതിക്കാൻ വേണ്ടി ക്യാമറാമാനാണ് പറയുന്നത് ഷോട്ട് ഓക്കെ ആണെന്ന്. ഇത് ഓക്കെ ആണോ അല്ല ഓക്കെ അല്ലാത്ത ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ തോന്നില്ല ഇവൻ അന്ന് ഈ ഓക്കെ അല്ലാതെ ഓക്കെ പറഞ്ഞ് ഇവനെ ഇനി വിളിക്കണ്ടെന്നില്ല. അതുകൊണ്ട് ഇത് ഓക്കെയാണ് എന്നുള്ള ആ ഓക്കെ എന്നുള്ള ആ രണ്ട് വേർഡിൻ്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, സത്യം, അത് ഇന്ന് ആവശ്യമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്താണ് എൻ്റെ സംവിധായകർ നിൽക്കാൻ. അവരാണ് പറയാറ് എന്തിങ്ങനെയുണ്ട് മറ്റേണ്ട് അങ്ങനെ ഞാൻ നോക്കിയാണ് ഇത് കുഴപ്പമാണ് അങ്ങനെയാണ് അവിടെ മറ്റേത് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. അവർ കാണാം, അവർക്ക് അതെ കുറച്ചുകൂടെ ക്ലോസ് ആക്കൂ, കുറച്ചുകൂടി ടൈറ്റ് ചെയ്യൂ, ആ പാൻ ചെയ്ത് ശരിയായില്ല ഒന്നുകൂടെ കാണാം. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ചുറ്റും കാഴ്ചക്കാർ ഒരുപാടാണ്. ഞാൻ കാണാറില്ല ഒരിക്കലും. ഞാൻ എടുത്ത ഷോട്ട് മോണിറ്ററിൽ ഞാൻ കാണാൻ പോവാറില്ല. കാരണം എനിക്കറിയാം ഞാൻ എടുത്തത് എന്താണെന്നുള്ളത്. ഇല്ല, ഞാൻ ക്യാമറയിൽ കൂടെ ആദ്യം കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല എന്ന്. അവർ രണ്ടാമത് എടുക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എടുക്കേണ്ടത് മറ്റേത് ഓക്കെ. അല്ലാതെ ഇത് ആൾക്കാർ കൂട്ടനെ തിക്കി തിരക്കിയിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരും നോക്കുന്നത് ഞാനതിൽ അഭിനയിച്ചത് എങ്ങനെയാണ് എന്നാണ്, അല്ലാതെ അതിൻ്റെ ടോട്ടാലിറ്റി അല്ല. അത് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ അത് ഓക്കെ ആണെന്നോ അല്ല എന്നും പറയുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയാണ് കുഴപ്പം വരുന്നത്. അതായത് ഈ ബന്ധം. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ഒരു കോൺഫിഡൻസ് ഒരു ഡയറക്ടർക്ക് ആവശ്യമില്ലാതെ വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. മോണിറ്റർ കണ്ടോ ഓക്കെയാണുള്ളത്. അപ്പോൾ ഒരു ബന്ധത്തിനുള്ളൊരു കുഴപ്പം. മറ്റേത് അങ്ങനെയല്ല. ഡയറക്ടറുടെ കണ്ണാണ് ക്യാമറമാൻ. ഡയറക്ടർ കണ്ടത് ഇയാൾ കാണേണ്ടത് ക്യാമറമാൻ കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ആ കാണിച്ചു കൊടുക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ കൂടെ ഒരുപാട് പടങ്ങൾ ഒരു പടം ചെയ്തിട്ട് പിന്നെ എന്നെ വിളിക്കാത്ത സംവിധായകർ ഉണ്ടാവുമായിരിക്കും. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്. കാരണം വെച്ചാൽ എനിക്കൊരു ചെറുതല്ല ഒത്തിരി വലിയ തകരാറെന്ന് പറഞ്ഞാൽ ഈ വേണ്ടാത്ത കാര്യത്തിലൊക്കെ പോയിട്ട് ചൊറിഞ്ഞ് ഇടപെട്ടിട്ട് അല്ല, ഇടപെടുമെന്ന് പറഞ്ഞാൽ അത് മനസ്സ് തുറന്ന മനസ്സായതുകൊണ്ടാണ്. ഇല്ല ഇതിങ്ങനെയൊക്കെ മതി, ആത്മാർത്ഥത കൂടുമ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. അല്ല ജയന്തി, എനിക്ക് ടോട്ടാലിറ്റിയിലാണ് എനിക്ക് വിശ്വാസം. എൻ്റെ ഫോട്ടോഗ്രാഫി മാത്രം ആണെങ്കിൽ എനിക്ക് എപ്പോഴോ നന്നാക്കാമാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ആ പടത്തിന് അത് ആവശ്യമുണ്ടോ എന്ന് മാത്രമാണ് എൻ്റെ ചിന്തിക്കാറ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരുപാട് സംവിധായകർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാൻ നിങ്ങൾക്ക് നല്ല സ്റ്റോറി സെൻസ് ആണെന്ന് പറയും. സ്റ്റോറി സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന സിനിമ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് തെറ്റുമ്പോഴാണ് കുഴപ്പമാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ടി വരും. ഇങ്ങനെയല്ല ഇയാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല. പിന്നെ ഇതൊക്കെ ആദ്യകാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിന് ഇവരെ നന്നാക്കാൻ പോണത്, അത് അവരുടെ തലയിലെടുത്ത് ആയിക്കോട്ടെ. ഞാൻ പറയും ഇത് ഓക്കെയാണോ, ഓക്കെ ഓക്കെ. പക്ഷെ എനിക്കിങ്ങനെ ചെറിയ അഭിപ്രായം ഉണ്ടല്ലോ എന്താ പറയും. ഇല്ല ഇത് ഓക്കെയാണോ, ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു വടക്കൻ സെൽഫി വന്നതിന് ശേഷം ഞാൻ മഞ്ജുമോട് ചോദിച്ചു, അച്ഛൻ എന്ന സിനിമ ഉണ്ട്. ചേച്ചി അമ്മ ആദ്യത്തെ ദിവസം പോയി, അച്ഛൻ ആദ്യത്തെ ദിവസം പോയില്ല. എന്താ ചേട്ടൻ പോവാതെ? നല്ല ചോദ്യം. അതായത് ഞങ്ങൾ മഞ്ജുമ അമ്മു എന്നാണ് വീട്ടിൽ. എൻ്റെ ഭയങ്കര പെറ്റാണ് അവൾ. 2 മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളാണ് എൻ്റെ പെറ്റ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിങ്ങിന് പോണ ദിവസം വന്നാൽ അന്നത്തെ ദിവസം കാലത്ത് എണീക്കുമ്പോഴേ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കും. ശബ്ദം ഉണ്ടാവില്ല, കണ്ണിന്ന് വെള്ളം മാത്രം വരും. ഞാൻ പോണവരെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ആ ഒരു കരച്ചിലുണ്ട് അവൾക്ക്. അങ്ങനെ ഒന്നുമില്ല, എൻ്റെ മോളെ അച്ഛൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാലും ഊന്നൊക്കെ പറയുന്നല്ലാതെ. അപ്പോൾ അവളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവള് കരയുന്ന ഒരു സീന്, അവളെ കരയണോ വിഷമിക്കണോ സീന് കാണാൻ എനിക്ക് പ്രയാസമായതോ ഞാൻ പറഞ്ഞു അമ്മ കരയണ കാണാൻ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യ ഗിരിജ അവൾ പോയി കണ്ടിട്ട് വന്നു, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് അവൾ എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ പോയത്. എങ്കിൽ പോലും അവൾ കരയണ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. വടക്കൻ സെൽഫിയിലൊക്കെ അതിനൊക്കെ മുമ്പ് അവൾ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ മഞ്ജിമ സിനിമയിൽ വരും. ഇപ്പോഴൊന്നും തീരുമാനിച്ചില്ല. അല്ലല്ല, അത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. മഞ്ജിമ സിനിമയിൽ വന്നത് എനിക്കൊരു ഷോക്കാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവളുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നോ അവൾ
ആദ്യത്തെ ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇവള് BSc മാത്സ് എടുത്തത്. കാരണം എനിക്ക് കണക്ക് വരികയില്ല. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ കണക്ക് എനിക്ക് അതൊക്കെ വെറുതെ ഈ കണക്ക് എനിക്ക് കെമിസ്ട്രി ഒക്കെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവള് കണക്ക് മാത്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മു നീ എങ്ങനെ? എനിക്ക് കുഴപ്പമില്ല അച്ഛാന്ന് പറഞ്ഞു. അവളും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പാസ്സായി വരുന്നു. മാത്സ് കഴിഞ്ഞു. അപ്പോൾ ഇവള് ഞാൻ എന്താ അടുത്തത്? ഞാൻ MBA ചെയ്യണം. അല്ലല്ല, ഞാൻ ജോലി ചെയ്യാൻ പോകുന്നു. ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ അതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓഫേഴ്സ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കാറുണ്ട്. അതെ, അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഒന്നാമത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് കഴിവില്ലാത്തവർക്കല്ല, സിനിമ കഴിവുള്ളവർക്കുള്ളതാണ്. കഴിവുണ്ടെങ്കിലും മാത്രമേ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഏത് സിനിമയിലെ ഏത് മേഖല. അതെ, കാരണം വെച്ചാൽ ജനത്തിന്റെ കയ്യിലാണ് അവരുടെ സത്യം. ജനമാണ് വിധി എഴുതുന്നത്. ഇത് അഭിനയം കൊള്ളില്ല, അല്ലെങ്കിൽ ക്യാമറ കൊള്ളില്ല, ഡയറക്ടറും കൊള്ളില്ല, അവനെ കഴിഞ്ഞു അവൻ്റെ കാര്യം. ചില കാര്യങ്ങൾ നോക്കാതെ പോകുന്നുണ്ടാവും. പക്ഷെ അതും പോലും ഇപ്പോഴത്തെ ജനറേഷനായാലും ശരി, ഇപ്പോഴത്തെ കാഴ്ചക്കാരായാലും ശരി, പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര ഹെൽത്തി ഓഡിയൻസ് ആണ്. അതായത് വേറെ കാര്യമുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞ മലയാളീസ് ബാക്കിയുള്ള ലാംഗ്വേജുകാർ എന്ത് ചെയ്താലും കൈയടിച്ചോളൂ. കുഴപ്പമില്ല, നമ്മൾ ചെയ്യട്ടെ. അക്ഷരാർത്ഥത്തിൽ കീറി മുറിച്ച് നോക്കി അതെ അത് ചെയ്യും. അതാ എനിക്ക് തോന്നുന്നത്. ഈ മലയാളി എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് മലയാളി. പക്ഷെ അതുകൊണ്ട് കുറെ നല്ല മലയാള സിനിമകൾ കുറെ ഈവൻ അതൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ടെന്ന് ഒരു പരിധി വരെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഇവിടെ അപ്പം എൻ്റെ അടുത്ത് പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡയറക്ടർ ഉണ്ട്. ഞങ്ങൾ പ്രജിത്തിന്റെ കഥ ഞാൻ കേട്ടു. പ്രജിത്ത് 2 ദിവസം ചേട്ടനെ കാണാൻ വന്ന് പറയണം. എന്താ പ്രജിത്തെ പറയൂ, എന്താ വന്ന പറയൂ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാന്നുള്ള അറിഞ്ഞോടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല സാർ ഞാൻ പടം ഡയറക്ടർ ആയിക്കോട്ടെ, അല്ല അതിലെ ഒരു ഹീറോയിൻ്റെ റോള് മഞ്ജിമ ചെയ്താക്കൊണ്ടാ. ഞാൻ പറഞ്ഞാണോ, എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ അല്ല വിനീതാണ് ചോദിക്കാൻ പറഞ്ഞത്. വിനീതിന് ശ്രീനിവാസൻ്റെ മോൻ എന്നുള്ള രീതിയിൽ വിനീതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനെ ഞാൻ വാച്ച് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. എങ്ങനെയാണ് പൊന്തി വരാൻ പോണത്. അപ്പോൾ വിനീത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വിനീതിൽ സംസാരിക്കാൻ പറയുമെന്ന് ഞാൻ ചോദിച്ചാൽ അവൾ പറയും വേണ്ട എന്ന് പറയുന്നു. പക്ഷേ നേരെ മറിഞ്ഞു പോയി. എന്നെ വിളിച്ചു പറഞ്ഞാൽ അച്ഛാ ഞാൻ ഇങ്ങനെ വിനീതേട്ടൻ വന്ന് കഥ പറഞ്ഞു, കഥ കുഴപ്പമില്ല, അച്ഛൻ കൂടെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ പ്രയത്നം നമുക്ക് കേൾക്കാം. എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് റെഡിയാണ്, ഫൈനലല്ല. ഞാൻ പറഞ്ഞു എനിക്കത് മതി. ഞാൻ വിളിച്ചത് നല്ല സിനിമയാണ്, ഇത് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളാം. നമ്മളിത് ഭയങ്കര ഡിഫിക്കൽട്ട് റോളാണിത്. ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ അവൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല സാർ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വടക്കൻ സെൽഫി പറഞ്ഞത്. അതിൽ മഞ്ജിമ കരഞ്ഞപ്പോൾ അച്ഛൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു ഇല്ല, കാരണം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടത്. അവളേക്കും കരച്ചിൽ പറ്റിയിട്ടുണ്ട്. ആദ്യമല്ല അവൾ കരയുമ്പോൾ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ മലയാളീസ് നായികമാർ കരയണത് ഇപ്പോൾ ഇവിടുത്തെ മലയാളീസിന് ഇഷ്ടമല്ലല്ലോ. ആര് കരഞ്ഞാലും അവർ അതിൻ്റെ കൂടെ ബഹളം ഉണ്ടാക്കും. ചേട്ടൻ നേരത്തെ കണക്കിൻ്റെ കാര്യം പറഞ്ഞു. മഞ്ജു എന്നോട് പറഞ്ഞു, ചേച്ചി അച്ഛൻ കുറച്ച് പിശുക്കൻ ആണ് എന്ന്. അല്ല, നമ്മൾ അവർ ലാവിഷാക്കരുത്. നമ്മൾ ബുദ്ധിമുട്ടാണ്, അവർക്ക് അറിയണം ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് ഇത് വാങ്ങിച്ചു തരുന്നത്. സത്യമാണത്, സത്യമാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പടങ്ങൾ ചെയ്തത് വളരെ കുറവാണ്. അപ്പോൾ എനിക്കൊരു സ്ട്രഗിൾ വരും. ഇവൾക്ക് പൈസ അയച്ചു കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ലോൺ അടയ്ക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. പക്ഷേ ഇവിടെ അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ പോകണം ഇവിടെ പോകണമെന്ന് നടക്കില്ല. എന്നോട് പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ കടം വാങ്ങിക്കേണ്ടി വന്ന എൻ്റെ കോളേജ് പീരീഡിലാണ്. വളരെ എൻജോയ് ചെയ്താണ് പറഞ്ഞത്. ശരിക്കും അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബുദ്ധിമുട്ട് അറിയുക. അല്ല, വേറെ 2 കാര്യമുണ്ട്. അവൾ കോളേജിൻ്റെ അവസാനത്തെ അവൾ ട്രഷറായിരുന്നു. അവൾ കണക്കായതുകൊണ്ട് അവൾ ട്രഷറായിരുന്നു. അപ്പോൾ അവൾക്കറിയാം പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. ട്രൂ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ലാൽ ജോസിൻ്റെ മോളൊക്കെ അവൾ സീനിയറാണ്. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുള്ള ഒരാളാണ് അത്. അപ്പം അത്യാവശ്യത്തിന് വാങ്ങിയിട്ട് ഒരച്ഛൻ ഞാൻ ഇന്ന അല്ലെങ്കിൽ ഇത്ര വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു കൊടുക്കും. ഇൻ്റർവ്യൂവിന് വേണ്ടി വരുമ്പോൾ ചേട്ടൻ പറയുന്നു, ചേട്ടൻ സമയത്തിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും സമയത്തിൽ ഒരു നിമിത്തം എന്ന് പറയുന്നതല്ലേ. മധു അമ്പാട്ട് എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തിയെ കുട്ടിക്കാലത്ത് കണ്ട് വീണ്ടും ചെന്നൈ പോയി. ശരിയാ.
അല്ലേ? അല്ല, അത് നമുക്ക് സംഭവിക്കാനുള്ളത് നമുക്ക് സംഭവിക്കും. സത്യം. അതായത് നമ്മൾ മാറി ചിന്തിക്കാൻ പോലും ദൈവം അത് ഞാൻ ഇത് വീണ്ടും ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. ഞാനൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ ജീവിതം നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറേ ഏഞ്ചൽസ് ഉണ്ട്. ഈ ഏഞ്ചൽസ് മനുഷ്യൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെയൊക്കെ ഉണ്ട് പല സ്ഥലത്തായി. അവരാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം അവരുടെ ഡയറിയിലുണ്ട്. ഇന്ന വഴിക്ക് ഇയാൾ പോയി ഇന്നയാളെ കാണും. അപ്പോൾ അതല്ല എന്ന് പോയി കഴിഞ്ഞാൽ അവർ വന്ന് തിരിച്ചിട്ട് അവിടെ അങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടു. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് അതിന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് ഉള്ള ഒരാൾ അങ്ങനെ അതിൻ്റെ ഇയാളുടെ ശരിയായ ട്രൂ ലവ് ആണ് അവിടെയും വിഷയം. ഇയാൾ ഈ പെണ്ണിനെ സ്നേഹിക്കുന്നു. അവർ കല്യാണം കഴിക്കാൻ അവർക്ക് വിധിയില്ല. പക്ഷേ ഇയാളുടെ സ്നേഹം കാരണം അതിൽ ആ ഏഞ്ചൽ ഇയാളെ ഹെൽപ്പ് ചെയ്ത് അവരെ കല്യാണം കഴിപ്പിക്കുന്നതാണ് അത് കഥ. പക്ഷെ അതിനകത്ത് എനിക്ക് അതിനകത്ത് ലവ് എങ്കിൽ പോകുന്നതല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു സംഭവം അതെ, അത് നമ്മുടെ ജീവിതത്തിലും അത് കാരണം എന്ന് പറഞ്ഞാൽ മധു അമ്പാട്ടിനെ പരിചയപ്പെടുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വിഷയം കുറിച്ച് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ ക്യാമറാമാനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇന്നും അറിഞ്ഞൂടാ, അന്നും അറിഞ്ഞൂടാ. ഇന്ന് അറിഞ്ഞൂടാ എന്നുള്ള ഇപ്പോഴും ആൾക്കാർ സമ്മതിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് മധു ക്യാമറയിൽ താല്പര്യമായിരുന്നു, ഒക്കെ ഉണ്ട്, എല്ലാം താല്പര്യമാണ്. മധു പൂനെ പഠിക്കാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വിപിൻ ഞാൻ പൂനെ പഠിക്കാൻ പോയി. വിപിൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മധു വേറെ പണിയില്ലായി, ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഞാൻ രക്ഷപ്പെട്ടില്ല. എനിക്ക് കാരണം അമ്മയും അച്ഛനും മരിച്ചുപോയ ഒരാൾക്ക് നല്ല സമയത്ത് സപ്പോർട്ട് ഇല്ലയെന്ന് തോന്നും. അമ്മയും അച്ഛനോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടുണ്ട്. അത് ഇല്ലാത്തവർക്ക് അറിയില്ല. അതെ, ഇല്ലാത്തവർക്ക് അറിയുള്ളൂ, ഉള്ളവർക്ക് അറിയില്ല. വാക്വം ഉണ്ട് ആ സമയത്ത്. നമുക്ക് അത് അങ്ങനെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ചെറിയമ്മ ഉണ്ടായിരുന്നു ചെന്നൈയിൽ, ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ മധു പറഞ്ഞിങ്ങനെ പോവണം, മധു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചിറ്റൂർ എന്നുള്ള മറ്റേ ഒരു ഗ്രാമത്തിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞ് ചെന്നൈ വരികയും ചെന്നൈയിൽ വീണ്ടും മധുവിനെ കാണുകയും മധു ക്യാമറ പഠിക്കാൻ പോവുകയും ക്യാമറാമാനായിട്ട് തിരിച്ചു വന്നു പടം ചെയ്യാൻ തുടങ്ങി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്ത് ഐ എം ഹാപ്പി ദയർ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ എങ്ങനെ പോയാലും അന്ന് ഒരു ദിവസം സിനിമയെ പറ്റി സംസാരിക്കാത്ത ദിവസങ്ങളില്ല. മധുവിനെ കാണും, ഫോണിൽ കൂടെ ആയാലും ഒക്കെ അങ്ങനെ ഈ പതുക്കെ സ്ലോ ഇഞ്ചക്ഷൻ എന്നാണ് മധു എനിക്ക് ശരിക്കും ചെയ്തിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് മധുവിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഗോവിന്ദൻ്റെ പടമാണ് സരിത. അത് ഇവരാണ് പ്രൊഡ്യൂസർ. അത് വിധുവൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. വിധു മോളെന്ന് ഞങ്ങൾ വിളിക്കുക. വിധുബാല വലിയ സ്റ്റാറായി, നായികയായി. വിധുവിനെ വെച്ചിട്ട് അവരൊരു സിനിമ എടുത്തായിരുന്നു സരിത. ആ സരിതയുടെ സമയത്ത് മധുവിന് വർക്ക് ചെയ്യാൻ ആരുമില്ല. മധു എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മധുവിനെ ഒരു രഹസ്യവും ഇല്ല. മധുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അറിയാത്ത രഹസ്യം പോലും എനിക്കറിയാം. എൻ്റെ പല രഹസ്യങ്ങളും ഞാൻ മധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. മധു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പടം ചെയ്യാണ്, വിപിൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് കണക്കെഴുതാനേ അറിയുള്ളൂ. അല്ല വിപിൻ എൻ്റെ അസിസ്റ്റൻ്റ്. ഞാൻ മധു എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ആ പറഞ്ഞു തരാമെന്നുള്ള കോൺഫിഡൻസ് മതി. കാരണം മധു നല്ല ടീച്ചറാണെന്ന് എനിക്കറിയാം. ഈ സരിതയുടെ ഏറ്റവും അതായത് ഒരു ക്യാമറാമാർക്കും ജീവിതത്തിൽ സംഭവിക്കാത്തതാണ്. ഫസ്റ്റ് ഡേ ഞാൻ പോയിടത്ത് തന്നെ മധു പറഞ്ഞ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തോളാം. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, എന്താ അതിനകത്തോടെ കാണുന്നില്ലേ, ആ ആൾക്കാരൊക്കെ അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെയാണ് മധു പറഞ്ഞു തരുന്നത്. ഞാൻ ആ ഒരു കോൺഫിഡൻസ് അല്ലേ അത്രയും അടുത്തൊരാൾ പറഞ്ഞു തരുമ്പോൾ. അതെ, അത് എൻ്റെ ഒരു പൊട്ട കോൺഫിഡൻസും കൂടി അറിയാം. എങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന പോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സരിത മുതലുള്ള ഒരു ബന്ധമാണ് ഞാൻ. അതായത് മധുവിൻ്റെ കൂടെ ഞാൻ 1.5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പടം ചെയ്തു. പക്ഷെ അത് മലയാളത്തിലല്ല, കന്നഡത്തിലാണ്. അതുകൊണ്ട് ആ കോലാഹലം അവിടെയുള്ളവർക്ക് അറിയുള്ളൂ, ഇവിടെയുള്ളവർക്ക് അല്ല. എന്നാലും ആ ഒരു 1.5 വർഷം ആ ഒരു സുഹൃത്ത് തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതെ. ഇപ്പോഴും അതെ എൻ്റെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ മധുവാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ മധുവിൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. എനിക്ക് സംശയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ മധുവിൻ്റെ അടുത്താണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് വലിയൊരു കമ്പനിയിൽ ഒരു ജോലി, ഞാൻ ഈ കമ്പ്യൂട്ടർ വന്നത് ആ കാലഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഞാൻ പഠിച്ചതാണ്. ആരുമില്ല അന്ന് ഞാൻ പോകുമ്പോൾ. ഇന്ത്യക്കാർ വളരെ കുറവാണ് അതിനകത്ത്. ചൈനീസും മലേഷ്യൻസും ഒക്കെയാണ് അന്ന് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മദ്രാസിൽ കമ്പ്യൂട്ടറില്ല, ആരും വിശ്വസിക്കില്ല ഇത് പറഞ്ഞാൽ.
അന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കമ്പ്യൂട്ടർ അല്ല, ഒരു വലിയ റൂമാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. പഞ്ചിങ് എന്നൊക്കെ പഞ്ചിങ് കീ ഹോൾ അതൊക്കെ വേറെ. അപ്പോൾ എനിക്ക് പ്രോഗ്രാമറായിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കമ്പനിയിൽ എൻ്റെ ചെറിയച്ഛൻ്റെ സുഹൃത്ത് അങ്ങോട്ട് പറഞ്ഞു, നീ വാ, ഞാൻ നിനക്ക് തരാം, ആരും ഇല്ല അവിടെ, അന്ന് ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, എൻ്റെ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ, നീ വാ, ഞാൻ ജോലി തന്നിട്ട് തന്നെ ബോംബെയിൽ അയച്ച് ഞങ്ങൾ ട്രെയിൻ ചെയ്തോളാം. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങോട്ട് അന്ന് ഇൻ്റർവ്യൂവിന് പോവാണ്. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു ഇൻ്റർവ്യൂ ഡിലേ ആണ്, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്ന് പാരീസ് കോർണർ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു സ്ഥലമുണ്ട്. ഞാൻ ഈ കമ്പനിയിൽ പോകുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് വേറെ ആളാണ്. അപ്പം തന്നെ ഞാൻ ഐസായി. അയാൾ എന്തൊക്കെയോ ചോദിച്ചു. ഓക്കെ, ഒരാൾ കൂടിയുണ്ട് ഇൻ്റർവ്യൂവിന്, ഭയങ്കര കോട്ടൊക്കെ ഇട്ട്. അയാൾ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിരിക്കുക, സ്റ്റേറ്റ് പഠിച്ചു വന്നത്. ഞാനിവിടെ ചെന്നൈയിലാണ്. അപ്പം എനിക്ക് കോൺഫിഡൻസ് ഒക്കെ പോയി, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയച്ഛൻ്റെ അടുത്ത് പോയി. എന്താണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, പക്ഷേ പുള്ളിയല്ല ഇൻ്റർവ്യൂ ചെയ്തത്. ചെറിയച്ഛൻ പറഞ്ഞു ഒരു സംഭവം ഉണ്ടായി, ഇന്ന് കാലത്ത് ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചു. എനിക്ക് ഇതുമാതിരി കുറ്റബോധമില്ല, കാരണം അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടും. എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ആക്സിഡൻ്റ് ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കും. അങ്ങോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സിനിമയിൽ വരികയില്ല, ഞാൻ വേറെ എവിടെയും. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് നീ ഈ വഴിക്ക് തന്നെ പോകണം എന്നുള്ള ഇതാണ് സമയം. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ വിശ്വസിച്ചു പോകും. സത്യമായിട്ടും ഞാൻ അതിൽ വിശ്വസിക്കുന്നു. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. സമയത്തിൻ്റെ കാര്യം എന്ന് പറയും. മഞ്ജിമ സിനിമയിൽ വരണം, മഞ്ജിമയുടെ മാത്രം ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിപ്പം തമിഴിലൊരു നല്ല പ്രോജക്റ്റ് ചെയ്യുന്നു. ഗൗതം മേനോൻ വലിയ പ്രോജക്റ്റാണ്, ട്വിൻ ലാംഗ്വേജ് ആണ്. തെലുഗും ഉണ്ട്, തമിഴും ഉണ്ട്. തമിഴിൽ സിംബു ലാംഗ്വേജ് അറ്റ് എ ടൈം ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ അച്ഛനെ വിളിച്ച് എങ്ങനെ ഷെയർ ചെയ്യും? ഉണ്ട്. തമിഴ് അവളെ എല്ലാ തമിഴിൽ ചിമ്പു ആണ്, മറ്റേ നാഗചൈതന്യ, നാഗാർജുനൻ്റെ മോനാണ്. 2 ഹീറോസാണ്. തമിഴ് അവൾക്ക് അറിയാം, കാരണം സ്റ്റെല്ല മേരീസിലാണ് പഠിച്ചത്, അറിയാലോ. തെലുങ്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡബ് ചെയ്യാനൊക്കെ തെലുങ്ക് നമുക്ക് തെലുങ്ക് എനിക്ക് തോന്നില്ല അവൾ ഡബ് ചെയ്യുന്നു, കാരണം പറയുമ്പോൾ അറ്റ് എ ടൈം. അപ്പം നമ്മൾ ഓരോ റീമേക്ക് അല്ലല്ലോ, അപ്പൊ അറ്റ് എ ടൈം ഇവിടെ ഷൂട്ടിംഗ് നടക്കുവാണെങ്കിൽ 2 ദിവസം പോയി ശരിക്കും TDS ആണ്. അല്ല, ബുദ്ധിമുട്ടിട്ട് എളുപ്പം ശരി. നമുക്ക് ഒരു താലത്തിൽ വെച്ച് വന്നിട്ട് ചോറൂണ് കഴിക്കുന്നതും നമ്മൾ കഷ്ടപ്പെട്ട വ്യത്യാസമുണ്ടല്ലോ. അവൾക്ക് നല്ലോണം അറിയാം അവള്. പക്ഷേ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ കാര്യം അവൾ നോക്കാറായി എന്നുള്ളതാണ്. തന്നെയാണ് പോകുന്നത്, തന്നെയാണ് വരുന്നത്, അവളാണ് ടിക്കറ്റ് പറയുന്നതും എല്ലാം തന്നെ. അവിടെ പോവും, ഹോട്ടലിൽ പോവും, എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. ദൈവം അനുഗ്രഹിച്ചല്ല, അത് ഞാനൊന്നും പറയാനില്ല. ഞാനപ്പോൾ അവളുടെ അമ്മ അങ്ങനെ വിളിക്കുമൊന്നുമില്ല. ഞാൻ ഈ ഓരോ മണിക്കൂർ അവിടെ എത്തി, അവിടെ പോയി എന്ന് വിളിച്ചു. അവൾ എനിക്കറിയാം, അവളെ എൻ്റെ സ്വഭാവം അറിയണോണ്ട് അവൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും, ഞാനിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു. അച്ഛനൊരു സമാധാനം. സമാധാനം. ഇന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും പുറത്ത് പഠിക്കുമ്പോഴും ആ രീതിയിൽ നമ്മൾ കുറേ കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ കോൺഫിഡൻസ് ലെവൽ മാറും. നമ്മുടെ കുറേ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പാമ്പേർഡ് അല്ലാതായി മാറും. ഈ ഹോസ്റ്റലിലൊക്കെ നമ്മുടെ ആ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചും തല്ലുപിടിച്ചും ഒക്കെ മാറുമ്പോൾ നമ്മളങ്ങ് മാറും. പണ്ടാണ് അമ്മ ഊണ് കഴിച്ചോന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു, വൈകിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളെ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി പഠിച്ചതാണ്. ഇൻഡിപെൻഡന്റ് ആവും. എപ്പോഴാണ് ഈ മൂവി റിലീസ്? അതിപ്പോ ഈ വർഷം, അല്ലെങ്കിൽ ഈ വർഷം അവസാനം, അല്ലെങ്കിൽ അടുത്ത വർഷം ബിഗിനിങ്ങിലോ ഉണ്ടാവും 2 മൂവി റിലീസ് ചെയ്യും. മഞ്ജിമ പറയായിരുന്നു, എന്നെ കാണാൻ മീരാനന്ദനെ പോലെ ഉണ്ടെന്ന് എപ്പോഴും മീരാനന്ദൻ പറയും. ശരിയാ. ഞാൻ മുല്ല ഞാൻ വർക്ക് ചെയ്താണ് ലാൽ ജോസിന്റെ സിനിമ. ഞാൻ മീരെ കണ്ടുകൊണ്ട് പഴനി സൈഡായിരുന്നു അല്ലേ ലൊക്കേഷൻ? പഴനി ഉണ്ടായിരുന്നു, ഒറ്റപ്പാലം ഉണ്ടായിരുന്നു. പഴനിയായിരുന്നു കൂടുതൽ മെയിൻ ലൊക്കേഷൻ. ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യം കൊണ്ട് ആ പടം ഓടിയില്ല. ഒരു നായക സങ്കല്പമല്ല എന്താ അറിഞ്ഞൂടാ, എനിക്ക് ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കും കൂടി ആയിരുന്നു. ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതെ അതെ അതെ, അതാണ് ഒരു സിനിമ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ എടുക്കുന്നത്. അതെ, തീർച്ചയാണ്. വളരെ ശരിയാണ്. നമ്മൾ വിചാരിച്ച രീതി ആവണമെന്നില്ല. ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തു. പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്ന പ്രിയപ്പെട്ട 3 സിനിമകൾ എന്ന് ചോദിച്ചതായിരിക്കും. 3 സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും 4 സിനിമ പറഞ്ഞു, 5 സിനിമ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. എന്നാലും പെട്ടെന്ന് അല്ല, ഞാനിപ്പോൾ മുല്ല എനിക്ക് പ്രിയപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ് അക്കു അക്ബറിൻ്റെ മയിൽപ്പീലിക്കാവ്. വളരെ, അതായത് മയിൽപ്പീലിക്കാവ് എന്ന് പറയുമ്പോൾ തിലകൻ ചേട്ടനെ നമ്മൾ അറിയാതെ ഓർത്തു. മയിൽപ്പീലിക്കാവിൽ എന്താ വെച്ചാൽ എനിക്കൊരു സ്പെഷ്യൽ ഒരു അത് ആർക്കും അറിഞ്ഞൂടാ.
ഒരു സ്പെഷ്യൽ മറ്റേ ഫ്യൂജി കമ്പനിക്കാരെ അവർ വിളിച്ച് ചോദിച്ചായിരുന്നു ഇത് ഈ പടം എന്താണ് കാര്യം വെച്ചാൽ അവർ കണ്ടായിരുന്നു റഷ് കണ്ടിട്ട് അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിപ്പോയി. അത് സോ ഹാപ്പൻ, എൻ്റെ മാത്രം കഴിവണമെന്ന് ഞാൻ പറയില്ല, സോ ഹാപ്പൻ. പിന്നെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അമേസിംഗ്. രേവതിയുടെ ഒരു അഭിനയം. രേവതി ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെ കുറേ സിനിമ പെരുവണ്ണാമരത്ത് വിശേഷം ഫ്യൂജി എന്നുള്ള ഫിലിമിലാണ് പരിപാടി. ഇന്നില്ല ഫിലിമൊന്നും, ഫിലിമേ ഇല്ലാതായല്ലോ. പെരുവണ്ണാമരത്ത് വിശേഷം ഫ്യൂജിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂജി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര സ്പീഡ് വളരെ കുറവാണ്, ഒരുപാട് ലൈറ്റ്സ് ഉപയോഗിക്കണം ഒക്കെ ഉണ്ട്. അപ്പം അത് ഒരുപാട് സമയമെടുക്കും. പക്ഷേ എങ്കിലും പെരുവണ്ണാമരത്ത് വിശേഷം നല്ല സിനിമയായിരുന്നു. പാർവതി ജയറാം നല്ല സ്ക്രിപ്റ്റും ഒക്കെ ആയിരുന്നു. രഞ്ജിത്ത് ശരിയാ. പെരുവണ്ണാപുരത്തെ വിശേഷം ഇന്നും കാണുമ്പോൾ അറിയാതെ നമ്മളിരുന്ന് കാര്യം അറിയാതെ നാട്ടിൻപുറത്തോട്ടൊന്നും. അടുത്ത കാലത്ത് ഞാനൊരു സിനിമ കണ്ടായിരുന്നു, ആ സിനിമയും പെരുവണ്ണാപുരത്തെ വിശേഷം തമ്മിൽ ഭയങ്കര ബന്ധം. അതിലും ഇതിൽ പെരുവണ്ണാപുരത്തെ വിശേഷം അവസാനം ഒരു ഹീറോ വന്നിട്ട് ഈ മാറ്റി എഴുതുന്നതാണ്. ഈ സിനിമയിലും ഇതേമാതിരി ഒരു ഹീറോ വന്നിട്ട് കഥ മാറ്റി എഴുതുന്നത്. അങ്ങനെ അല്ല, അതെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ വെച്ചാൽ ഇന്നത്തെ തലമുറ അത് കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. സത്യം. ഈ തലമുറ അത് കണ്ടത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണല്ലോ അവർക്ക് അതേമാതിരി തോന്നിയത് ഇങ്ങനെ എടുക്കാമെന്നുള്ളത്. അതിനോട് പിന്നെ കമലായാലും ശരി, കമലിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തത്, ലാൽ ജോസിൻ്റെ സിനിമ മറുവത്തൂർ കനവ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. രണ്ടാം ഭാവം ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷെ അതോടെ ഇല്ല, എന്താ പറഞ്ഞൂടാ. അതുപോലെ തന്നെ മൂല്യം നല്ലൊരു ഒരുപാട് ലൊക്കേഷൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ല, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലൊക്കേഷൻ എനിക്ക് ഒറ്റപ്പാലം ഷൊർണൂർ. ഇനിയും ഒറ്റപ്പാലം ഷൊർണൂരും നമുക്ക് കഥകൾ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. നമ്മൾ വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു കഥ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറയാം, നമ്മുടെ മറ്റേ ഒറ്റപ്പാലത്തെ മനയുണ്ടല്ലോ, ആ വരിക്കാശ്ശേരി മനയിൽ എത്ര സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് തോന്നില്ല അയ്യോ ഇത് ഒരിക്കലും അത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു വേറൊരു കാഴ്ചപ്പാട് കൂടെ കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നില്ലേ. അതേമാതിരി തന്നെ ഒറ്റപ്പാലം എനിക്ക് വെച്ചാൽ നമ്മുടെ കേരളത്തിലൊരു സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒറ്റപ്പാലം, ഇപ്പോൾ പ്രത്യേകിച്ചും അതൊരു ഗ്രാമാന്തരീക്ഷം എന്ന് പറഞ്ഞു അറിയാതെ അവിടെ നല്ല ഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിലെ ഗ്രാമങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ടാർ റോഡ് ഇല്ലാത്തൊരു മൺ റോഡ് അന്വേഷിച്ച് നടക്കേണ്ട കാലഘട്ടം, വരമ്പുകളിലൂടെ പോയി ഇങ്ങനെ കനാലിലോട്ടൊക്കെ കയറുന്ന വഴി എന്നൊക്കെ പറയുന്നതൊന്നും ഇപ്പം ഇല്ല. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കണ്ട സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, 2-3 സിനിമ വളരെയധികം ഗ്രാമ അന്തരീക്ഷം ഭയങ്കര രസമുള്ള പടങ്ങളാണ്. സന്തോഷമുണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ തിരഞ്ഞു. അതായത് ആ സംവിധായകനും ആ ക്യാമറമാനും ഇത് അന്വേഷിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഗ്രാമങ്ങളിലെ സ്ഥലം മാത്രമല്ല, ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് പോകുക. അത് വളരെ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് മാതിരിയാണ് സിനിമ. പെട്ടെന്ന് അടിച്ച് തീർത്ത് എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യുക, അങ്ങനെ ഞാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ലാത്ത സംഭവമാണത്. കാരണം കഥയ്ക്ക് അനുയോജ്യമായിട്ടൊരു ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ആ കഥ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇത് ആദ്യത്തെ ലെവലിൽ ചർച്ച ചെയ്യും. ഒരു പ്രൊഡ്യൂസർ 5 മിനിറ്റ് കൊണ്ട് കൺവിൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അതിൽ ഭാഗമായിട്ടുള്ള. വേറെ ഒരു കാര്യമുണ്ട്, അത്ര എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. പക്ഷേ അത്രയും ഈ സിനിമ എനിക്ക് നന്നാക്കണം എന്നുള്ള പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ്. ഈ സിനിമയിൽ നിന്ന് എത്ര കാശ് എനിക്ക് കിട്ടും, അല്ല അവരെ കുറ്റം പറയില്ല, ഇതൊരു ബിസിനസ്സാണ്. അതായത് പുണ്യം കിട്ടാൻ വേണ്ടി ആരും സിനിമ എടുക്കാറില്ല, കാശുണ്ടാക്കാൻ തന്നെയാണ് സിനിമ എടുക്കുന്നത്. പക്ഷേ ആ സിനിമ നമ്മൾ കാശ് കിട്ടാൻ വേണ്ടി എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം വരെ അതിൻ്റെ സിനിമയോടൊരു സത്യം അല്ലെങ്കിൽ ആ സിനിമയോടൊരു സത്യസന്ധത പുലർത്തണം എന്ന് തോന്നുന്ന പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ്. ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഉണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മലയാള സിനിമയ്ക്ക് വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇല്ല, തിയേറ്റർ അഡ്വാൻസ് ഇല്ല, പിന്നെ എങ്ങനെ ഇവർ പടങ്ങൾ സർവൈവ് ചെയ്യും, വളരെ ബുദ്ധിമുട്ടാണ്. പടം കാശ് ഓടി തന്നെ ഇത്രയും കാശ് ഉണ്ടാക്കാനും കൊടുക്കാനും ഒന്നും നമ്മുടെ ആൾക്കാർ റെഡിയല്ല എന്നുള്ളതാണ് സത്യം. അതിന്നൊരു മാറ്റം വരും എന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞൂടാ എന്ത് സംഭവിക്കാം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റാണ്. ചേട്ടൻ പറഞ്ഞു ഇപ്പം ഒരു സിനിമ ചെയ്തു, നിക്കാഹിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എത്രത്തോളം ആൾക്കാർ റെമ്യൂണറേഷൻ ഡിമാൻഡ് ചെയ്യും? ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുക.
അല്ല, ഇതിപ്പോൾ മാക്സിമം കാശ് കിട്ടാൻ ആൾക്കാർക്ക് ആരും കാശ് വേണ്ടെന്ന് പറയില്ല. അല്ല, പക്ഷെ അതിനൊക്കെ ഒരു ഇതിന് നമ്മൾ അർഹിക്കുന്നുണ്ടോ എന്ന് അല്ല ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അർഹിക്കാത്ത പൈസ നമ്മുടെ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ വഴിക്ക് ചിലത് അറിയില്ല, ഇവർ വേറെ വഴിക്ക് ചിലവായി പോകും. അപ്പോൾ ഇത് അവർ അല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇതൊക്കെ വെറുതെ മണ്ടത്തരാണ്. അല്ലാതെ ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ച ഒരാൾ അത് ഞാൻ മണ്ടത്തരാണെന്ന് വിശ്വസിക്കുന്നില്ല. അല്ല, ഒരാൾ പറയുന്നത് എനിക്ക് ഇത്ര രൂപയാണ് എനിക്ക് എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ആ ശമ്പളം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ കഥയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ വളരെ നേരാണത്. ഈ കഥയ്ക്ക് എനിക്ക് എൻ്റെ ശമ്പളം നിങ്ങൾ തരണ്ട. അങ്ങനെ വന്നാൽ ആർട്ടിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമകൾ നന്നാവുള്ളൂ. അതിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കാര്യം അതാണ്. പക്ഷേ എപ്പോഴും സർവൈവൽ, ഒരു ഫാമിലിയുടെ സർവൈവലില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, അതൊക്കെ നടക്കുമോ? ക്യാമറാമാൻ എപ്പോഴും ഒരു ക്യാമറയിലൂടെ നോക്കി യെസ് ഓക്കെ. പക്ഷെ സ്വന്തമായിട്ട് ക്യാമറാമാൻമാർ എത്രത്തോളം കണ്ണാടി നോക്കി ഓക്കെ പറയും? അതോ വളരെ കാഷ്വലാണോ? ആരാ ക്യാമറാമാരെ? എല്ലാവരും നല്ല നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഹീറോയിനെക്കാട്ടിലൊക്കെ ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ക്യാമറാമാരെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ബാഹ്യ സൗന്ദര്യം അല്ലല്ലോ ഇമ്പോർട്ടൻ്റ്. സത്യം. ഇത് അവനവൻ ചെയ്യുന്ന ജോലി അവനവൻ അറിഞ്ഞിരിക്കണം. ആ ചെയ്യുന്ന ജോലിയോട് സത്യസന്ധത പുലർത്താൻ അറിയണം. അപ്പോഴൊക്കെയാണ് നമ്മൾ ദൈവത്തിനെ നേരിട്ട് കാണുന്ന അവസരങ്ങൾ. ഈ ദൈവം എന്ന് പറഞ്ഞ ആൾ നമ്മൾ നേരിട്ട് വരുമൊന്നുമില്ല. ഞാൻ ദൈവമാണെന്ന് നമ്മൾ കുന്തം കോലം ഒന്നും പിടിച്ചുകൊണ്ട് വരില്ല. നമ്മുടെ ദൈവം റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരവിടെ വരും. പക്ഷെ അവർ ദൈവം കണ്ടിട്ടില്ല പല അവസരങ്ങളിലും പല രൂപത്തിൽ അത് ദൈവമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ ആ ഏഞ്ചൽസ് ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ. കാര്യം നമ്മുടെ പല രൂപത്തിൽ പല ഭാവത്തിൽ ചിലപ്പോൾ പല നമ്മളെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അല്ല, നമ്മളിപ്പോ പറയാനോ അയാൾ അവിടെ 5 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ എത്തിയിരുന്നെങ്കിൽ സത്യം പറയാം. അത് അങ്ങനെ 5 മിനിറ്റ് എത്തൂല, അയാളെ കഴിഞ്ഞു, അയാൾ റണ്ണൗട്ടായി കഴിഞ്ഞു. അപ്പം ഇനി അയാൾ പതുക്കെ എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലേയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൾക്കാർ എന്ത് വേണം പറയാം, ഇയാൾക്ക് തലക്ക് പറ്റാണെന്നൊക്കെ പറയാം, അത് ശരി, അത് വേറെ കാര്യം. പക്ഷെ എൻ്റെ വിശ്വാസം എൻ്റെ എക്സ്പീരിയൻസാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഓരോ കാര്യത്തിനും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ സിനിമയിൽ വന്നു, ഞാൻ സിനിമയിൽ അഭിനയിച്ചു, സിനിമയിൽ വന്നു, സിനിമയിലെ ക്യാമറാമാനായി, സിനിമയിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. എൻ്റെ മക്കളെല്ലാം സിനിമയോട് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സിനിമയില്ലാത്തൊരു ലൈഫില്ല. അപ്പോൾ ഒരു പടം ഇപ്പോൾ 6 മാസമായിട്ടൊരു സിനിമയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം എന്തുകൊണ്ടാണ് കഴിഞ്ഞോ, എനിക്ക് ജീവിതം അങ്ങനെ കഴിക്കാറായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ ഇല്ലല്ലോ. എത്രയോ ആൾക്കാർ 6 മാസം എന്ന് പറയുന്നത് ചേട്ടന് വെറും എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കും, ഒരു ലിഷർ ടൈം എന്നുള്ള. വീണ്ടും പ്രോജക്റ്റ് വരും, വീണ്ടും ഡിസ്കസ് ചെയ്യും. ബട്ട് ആ ഒരു സിനിമയിലോട്ട് ഇനി ഒരു സിനിമ ചെയ്യണമെന്നും ആ കഥ കേൾക്കുമ്പോഴാണോ ചേട്ടൻ എന്താണ് ആ ഒരു അട്രാക്റ്റിംഗ് പാർട്ട് എന്ന്? കഥ തന്നെയാണ് സിനിമയുടെ അട്രാക്ഷൻ. ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വലിയൊരു കഥയുണ്ട്. ആ കഥയിലൊരു ഹീറോ, നമ്മുടെ ഒരു ഹീറോ ഉണ്ട്. ആ ഹീറോ ചെയ്തില്ലെങ്കിൽ ആ സിനിമ ഞാൻ എടുക്കില്ല. അങ്ങനെ എത്രത്തോളം നോ പറയേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആരുടെയും പുറകെ പോയിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് സിനിമ ചെയ്യണമെന്ന് ആൾക്കാർ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ടാണ്. ഒരു പ്രൊഡ്യൂസറെ കുറേ പൈസ ചിലവാക്കിയിട്ട് അയാൾ പടം ഓടിയില്ലെങ്കിൽ നമുക്ക് അയാളെ വീണ്ടും കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ കാരണം അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ അതുപോലെ സംവിധായകനും കുറ്റബോധം ഉണ്ടാവുമായിരിക്കും. അത് പറയണ അല്ല, ഞാൻ സംവിധാനം ചെയ്ത സിനിമ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയണ്ട, ഉണ്ടാവുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയണ്ട. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അതെ, സിനിമ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ രാശി പറയാൻ പറ്റുന്നത്. എത്രത്തോളം ഹിറ്റാണെന്ന് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും ആളുകൾ കണ്ട് പൈസ കളക്ഷൻ വരുമ്പോൾ പടം ഹിറ്റാണെന്ന് പറയുന്നത്. ഇപ്പോൾ പൈസ തന്നെയാണ് ഹിറ്റ്. ഇന്ന് സിനിമ ഭയങ്കര ഒരു ഗ്ലാമർ ഫീൽഡാണ് എന്നും. അപ്പം ആ ചേട്ടൻ എൻ്റർ ചെയ്ത ആ കാലത്ത് അന്ന് ഭയങ്കര ഗ്ലാമർ തന്നെയാണ്, സംശയമില്ല. സിനിമ എപ്പോഴും ഗ്ലാമറാണല്ലോ. അതുകൊണ്ടാണല്ലോ സിനിമ ആർട്ടിസ്റ്റിനെ കാണാൻ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നതും കൂടെ അവരാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ നാച്ചുറലായിപ്പോയി, കുറച്ചുകൂടെ ജനകീയമായി പോയി. ജനങ്ങൾക്ക് ഇന്നും പിന്നണിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് ഒരു സിനിമ എന്ന് അറിയാം. അന്ന് അറിയില്ല. ഒരു ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ തടിച്ചുകൂടുന്ന ആൾക്കാർ. ലൊക്കേഷനിൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. നമ്മളൊക്കെ സിനിമയിലുള്ളത് കൊണ്ട് അതിന് ഗുണങ്ങളുണ്ട്.
പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അത് സിനിമയുടെ ഗുണം തന്നെയാണത്. അതുകൊണ്ട് സിനിമ ഒരിക്കലും മോശമെന്ന് ഞാൻ പറയുകയില്ല. പണ്ടെപ്പോഴോ ഞാനൊരു വീടന്വേഷിച്ച് പോയിട്ട് എന്താ ജോലി ചോദിച്ചപ്പോൾ ഞാൻ ക്യാമറമാനാണ്, എവിടെയാണ് സ്റ്റുഡിയോ? ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ അല്ല സാർ, ഞാനൊരു സിനിമയാണ്. അയ്യോ സിനിമാക്കാർക്ക് ഞാൻ വീട് കൊടുക്കാറില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. കല്യാണം ആലോചിച്ച് പോകുമ്പോൾ സിനിമക്കാരനായിട്ട് ചോദിക്കാൻ വരുമായിരുന്നു, കല്യാണം ആലോചിച്ച് പോകുമ്പോൾ സിനിമക്കാർക്ക് നമ്മൾ പെണ്ണ് കൊടുക്കാറില്ല എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഇതൊന്നും ഇവർക്ക് അറിയാത്തൊരു കാര്യം വെച്ചാൽ എത്രയോ സാധാരണ ജനങ്ങളെക്കാരും എത്രയോ നല്ല ആൾക്കാരാണ് സിനിമയിലുള്ളത്. അത് പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു? അല്ല, എനിക്ക് കല്യാണത്തിന് കാര്യം വന്നില്ല. ഞാൻ ക്യാമറ കൂടെ ലവ് മാരേജ് ആണ് എനിക്കറിയാം. പക്ഷെ വീട്ടുകാർക്ക് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നാച്ചുറലി ഈ പഴിച്ച ഒരു മോളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ വളരെ ഒരു പ്രാക്ടിക്കൽ മാനായിരുന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ കല്യാണം കഴിച്ചോ, പക്ഷേ അതിൻ്റെ വരായികൾ എൻ്റെ തലയാണെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. അവളാണ് ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഡാൻസൊക്കെ അറിയണമുണ്ട്, കലാമണ്ഡലം ഗിരിജ എന്നുള്ള പേരിൽ അറിയണതുകൊണ്ട് അവൾ എനിക്ക് പേടിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ തയ്യെന്ന് പറഞ്ഞാൽ അവൾ ഒരു കല അറിയാമല്ലോ. ഒരു കലാകാരന് ഒരിക്കലും ബുദ്ധിമുട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രൂ കലാകാരൻ. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഒരുപാട് വിശേഷങ്ങൾ. ഒരു ഇന്റർവ്യൂവിനപ്പുറം സമയം പോയതേ അറിഞ്ഞില്ല. അല്ല, ഇന്റർവ്യൂ തോന്നിയിട്ടില്ല എനിക്ക്.